സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. മർക്കോസ് 4:20 വാക്യം. വിത്ത് നടുന്നതിനെക്കുറിച്ച് യേശു ധാരാളം സംസാരിച്ചു. പലപ്പോഴും വിത്ത് വിതയ്ക്കുന്നതിനെ വചനം പ്രവചിപ്പിക്കുന്നതിനെ ഉപമിച്ചു. ചില വിത്തുകൾ സാത്താൻ തട്ടിയെടുക്കുന്നു, മറ്റുള്ളവയ്ക്ക് അടിമണില്ലാത്തതിനാൽ പേര് പിടിക്കുന്നില്ല. മറ്റു ചിലതിനെ ചുറ്റുമുള്ള ജീവിതം തടസ്സപ്പെടുത്തുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നുവെന്ന് യേശു പഠിപ്പിച്ചു. നാം സുവാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ഏതൊക്കെ വിത്തുകൾ നിലനിൽക്കും എന്ന് നമ്മുടെ വിഷയമല്ല. നമ്മുടെ ജോലി കേവലം സുവിശേഷം വിതയ്ക്കുക എന്നാണ്. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുക, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. നിങ്ങൾ ആരോടെങ്കിലും സുവാർത്ത പങ്കുവെച്ചതിൻ്റെ ഒരു ഉദാഹരണം ചിന്തിക്കുക. ആ വ്യക്തി എങ്ങനെയാണ് പ്രതികരിച്ചത്? ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് എങ്ങനെ പ്രാർത്ഥിക്കും? പ്രിയ ദൈവമേ, സുഹൃത്തുക്കളുമായി സഹപ്രവർത്തനമായി യേശുവിന് പങ്കിടാൻ എനിക്ക് ധൈര്യം തന്നതിന് ഈ സ്തോത്രം. താങ്കൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.